ലിബി വീട്ടിലില്ല. ചെറിയൊരു തല്ലുകൊള്ളിത്തരം ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ലിബിയുടെ സാരിയാണ്. നമ്മളിതിൻ്റെ മുകളിൽ ഒരു കസർത്ത് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സാരിയുടെ മുകളിൽ പെയിൻറ്റ് വെച്ചിട്ടൊരു പരിപാടി ചെയ്യുന്നത്. സാരിയുടെ മുകളിലല്ല, ബ്ലീച്ച് വെച്ചിട്ടൊക്കെ നമ്മൾ ടീഷർട്ടിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പെയിൻറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ്. സാധാരണ റഫായിട്ടുള്ളൊരു ഇതിൻ്റെ മുകളിൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ശരിക്കും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ രീതി. ഇത് നമ്മൾ ഡയറക്റ്റ് സാരിയുടെ മുകളിലാണ് ഈ സാധനം തേമ്പാൻ പോണത്. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ചെയ്ത് നോക്കന്നെ അല്ലേ. അവൾ വന്നാലത്തെ അവസ്ഥയാണ്. മിക്കവാറും പുതിയ സാരിയുടെ കാശ് പോകുമെന്ന് തോന്നുന്നുണ്ട്. കുറേ കാലം മുമ്പ് മേടിച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചിട്ടുള്ള ഒരു ബ്രഷാണ് ബുദ്ധിയിൽ. നമ്മൾ സാരി ഇവിടെ വിരിച്ചിട്ടുണ്ട്. അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അരി ഒക്കെ സാധനങ്ങളൊക്കെ ആക്കിയിട്ടുള്ള പാത്രങ്ങൾ അവിടെ ഒരു വെയിറ്റിന് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ പെയിൻറ്റിങ് തുടങ്ങാൻ നമ്മുടെ ഫസ്റ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഇനി ചെറിയ ബ്രഷ് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു ഈ പാറ്റേൺ ഫില്ല് ചെയ്യാൻ പോകും. കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി ചെയ്യണം. കുറച്ചുകൂടി രീതിയിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് ഫില്ല് ചെയ്യാം. അതിലെങ്ങനെ ഡെയിലൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെയുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ലിപിക്ക് ഇഷ്ടമാകുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്തോളാം. സാരി നന്നായില്ലെങ്കിലും അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഭയങ്കര രസമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ബ്രഷ് കൊണ്ട് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. നല്ല രസമുണ്ട്. ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇത് അത്ര നല്ല സാരി എന്നെല്ലാം തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ഇത് ഒന്ന് രണ്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ നല്ലൊരു സ്റ്റെപ്പ് സാരിയുടെ മുകളിൽ ഇങ്ങനെ ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.